തംബ്നെയിൽസ് ഒക്കെ എപ്പോഴും ബോറിംഗ് ആണോ? എൻ്റെതും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറേ ട്യൂട്ടോറിയൽസ്, ക്ലാസ്, പിന്നെ കുറേ തംബ്നെയിൽസ് റിഫർ ചെയ്ത് ഒക്കെ അങ്ങനെയൊക്കെ ആയി കുറേ എഡിറ്റേഴ്സൊക്കെ കണ്ടുപിടിച്ച് അവസാനം ഞാൻ ഇപ്പോൾ ക്യാപ്കട്ടിൽ ഫോട്ടോ എഡിറ്ററിൽ തന്നെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സാധാരണ അത്ര വലിയ തംബ്നെയിൽസിൻ്റെ ആവശ്യം വരാറില്ലെങ്കിൽ പോലും നമ്മളെ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ അവരെ തോന്നിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ. പിന്നെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ തംബ്നെയിൽ എത്ര അടിപൊളിയാവുന്നോ അത്രയും അവർക്ക് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കും. സോ തംബ്നെയിൽ നമുക്ക് അത്ര അടിപൊളിയായി ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് അത്രയും വ്യൂസ് കൂടും. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഈസിയസ്റ്റ് വേ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ്സ്, ഗ്രിഡ് ലൈൻസ് നിങ്ങളെ കണ്ടന്റിനനുസരിച്ചുള്ള. സോ ഗൈസ്, ഞാനിവിടെ എൻ്റെ ഫോൺ എടുത്തു, അതിൽ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഞാൻ ഫോട്ടോ എഡിറ്റർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരാൾ കോട്ടും ചുറ്റും ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിരുന്നു. അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു. എന്നിട്ട് ഏറ്റവും അടിയിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും അടിയിൽ കുറേ സൈഡ് പോയി അവിടെ ബാക്ക്ഗ്രൗണ്ട് BG റിമൂവ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, കട്ടൗട്ട് എന്നിട്ട് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ ഓട്ടോ സെലക്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേഗം നമ്മളെ ക്യാപ്കട്ട് തന്നെ റിമൂവ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആക്കുക. കാരണം അവിടെ വൈറ്റ് ആവുണ്ടാവുക, നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കണം. എന്നിട്ട് ഏറ്റവും അറ്റത്തെ സൈഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളെ യൂട്യൂബ് തംബ്നെയിലിൻ്റെ, അതായത് ആസ്പെക്ട് റേഷ്യോ യൂട്യൂബ് തംബ്നെയിലിൻ്റെ ആക്കുക, 16:9 ആക്കുക. എന്നിട്ട് ആ ആളുടെ ഇതൊക്കെ നമ്മൾ ആ സൈസിനനുസരിച്ച് റെഡി ആക്കിയതിന് ശേഷം ഞാൻ ആഡ് ഫോട്ടോ കൊടുക്കുകയാണ്. ഞാൻ ക്യാപ്കട്ടിൻ്റെ ഒരു ലോഗോ ഞാൻ 3Dയിൽ ഉള്ളത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരുന്നു. അത് ആ സൈസിനനുസരിച്ച് ഞാൻ അവിടെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ടൈം എടുത്ത് ഞാൻ റെഡിയാക്കിയ ഒരു സംഭവമാണ് അത്. ആ ഒരു കറക്റ്റ് രീതിയിൽ, ആ മുഖം കാണാത്ത രീതിയിലാക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഇത് ഫുൾ കവർ ചെയ്യുകയാണ്. എന്നിട്ട് ഓർഡറിൽ പോയി സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും ബാക്കിലേക്ക് ആ ഇമേജ് പോകുന്നതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ആഡ് ഫോട്ടോ കൊടുത്തിട്ട് ഞാനൊരു എഡിറ്റിങ്ങിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അത് ഞാൻ കുറേ പണ്ട് ചെയ്തായിരുന്നു. സോ അതെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ആളുടെ ഹാഫാക്കി ഞാനത് ഫുൾ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഓർഡറിൽ പോയിട്ട് സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിലായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പോസിറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ചു. എന്നിട്ട് അത് ടിക്ക് കൊടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ആഡ് ഫോട്ടോ കൊടുത്തിട്ട് അവിടെയുള്ള വേറെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു. അത് ബാക്കി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ആഡ് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി. എന്നിട്ട് ഞാനത് ഓർഡറിൽ പോയിട്ട് സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഒപ്പാസിറ്റിയും കൂടി ഞാനൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിരുന്നു, അത് ഏറ്റവും ബ്ലെൻഡായിട്ട് മാത്രം മതി, അല്ലാതെ ഇത് മാത്രമായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി വേണ്ട. പിന്നെ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. തംബ്നെയിൽ ലൈക്ക് എ പ്രോ എന്നാണ് ഞാൻ തംബ്നെയിൽ കൊടുക്കാൻ വിചാരിക്കുന്നത്, ടെക്സ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നത് തംബ്നെയിലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തംബ്നെയിലിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഒരു ടെംപ്ലേറ്റ് ഞാൻ ചൂസ് ചെയ്തു. അതിൽ യെല്ലോ കളറായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൈലിൽ പോയിട്ട് ഫില്ല് പോയിട്ട് അതൊരു റെഡ് ആക്കി, ഒരു ഗ്ലോസി റെഡ് കളറാക്കിയതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റിയും കൂടി ഒന്ന് കുറച്ച് ഒരു 60 ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ ആക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെയും ഓർഡർ സെലക്ട് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തപ്പോൾ നമ്മളെ ക്യാപ്കട്ട് ലോഗോൻ്റെ ബാക്കിലായി. എന്നിട്ട് ഞാൻ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ ആ ഒരു തംബ്നെയിലിൽ നിന്നാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ഇത്തിരി താഴേക്ക് മാറ്റി. എന്നിട്ട് നമ്മളെ ക്യാപ്കട്ടിൻ്റെ ലോഗോയും ഞാൻ സെലക്ട് ചെയ്ത് ഇത്തിരി താഴോട്ട് മാറ്റി. എന്നിട്ട് ആ തംബ്നെയിൽ സെലക്ട് ചെയ്ത് അലൈൻ ചെയ്ത് വെച്ചു ക്യാപ്കട്ടിൻ്റെ ആ ലോഗോ. പിന്നെ ഞാൻ ചെയ്തപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പ്രാവശ്യം നമ്മൾ റെഡിയാക്കി വെച്ചതുകൊണ്ട്. ഇനി എനിക്ക് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ലൈക്ക് എ പ്രോ എന്നും കൂടിയാണ് എനിക്കിനി ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ടെക്സ്റ്റിൽ പോയിട്ട് ലൈക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളവിടെ വേറൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാണ്. ഞാൻ ബേബി ടോയ് എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അത് ഞാൻ ചെറുതാക്കി ആ സൈഡിൽ തംബ്നെയിൽ എനിക്ക് വേണ്ട അവിടെ തംബ്നെയിലിൻ്റെ അടിയിൽ, തംബ്നെയിലിന് എഴുതിയതിൻ്റെ അടിയിൽ ഞാൻ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഇനി എ എന്നാണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കോഫി ബി എന്ന് പറയുന്ന ഒരു ഫോൺ സെലക്ട് ചെയ്ത് എ എന്ന് സെർച്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈസ് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ആ കറക്റ്റ് ഒരു സ്ഥലത്ത് വരാൻ ഇത്തിരി സമയം എടുത്തു. ഞാൻ സൈസൊക്കെ റെഡിയാക്കി അതെന്തായാലും അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ പ്രോ എന്നാണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഞാൻ പ്രോ എന്ന് സെർച്ച്
സെർച്ച് ചെയ്തു അവിടെ കൊടുത്തു. എന്നിട്ട് ആ ടെക്സ്റ്റിന് ഞാനൊരു പർപ്പിൾ വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണെന്ന് തോന്നുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്തത്. ഒരു പർപ്പിൾ കളർ, അതായത് ആ പ്രോം എന്നുള്ള എഴുതിയതിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. എന്നിട്ട് ഞാൻ അതിനെ സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തു ഓർഡറിൽ പോയിട്ട്. എന്നിട്ട് അതിൻ്റെ സൈസും കൂടി ഒന്ന് ഞാൻ ശരിക്കും റെഡിയാക്കി വെച്ചു. അതായത് പ്രോ കാണണല്ലോ പ്രോ എന്നാണെന്ന്. അപ്പോൾ തംബ്നെയിൽ ലൈക്ക് എ പ്രോ, അതായത് ഹൗ ടു എഡിറ്റ് എന്ന് ഞാൻ കൊടുത്തില്ല, തംബ്നെയിൽ ലൈക്ക് എ പ്രോ എന്ന് മാത്രമാണ് ഞാൻ ടെക്സ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതായിരുന്നു നമ്മളെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ ആ ലൈക്ക് ഇത്രയും കൂടി ഒപ്പാസിറ്റി കുറച്ച് അതിനോട് ഇത്തിരി ബ്ലെൻഡായി നിന്നാൽ കുറച്ചും കൂടി രസം ഉണ്ടാവും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി ഇത്തിരി കുറച്ചു. പിന്നെ പ്രോ എന്നുള്ളതിൻ്റെ ആ ഒരു പൊസിഷൻ ഞാൻ ഒന്നും കൂടി മാറ്റി ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതാണ് നമ്മളെ തംബ്നെയിൽ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തംബ്നെയിലാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ വിചാരിച്ചു ഒരു 2025 കൂടി കൊടുക്കാമെന്ന്. പക്ഷെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കുറേ ഓഡിയൻസൊക്കെ ചിലപ്പോൾ കുറേ ശേഷമാവും ഈ വീഡിയോ ആണ്, 2025 ശേഷമാവും. സോ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ തംബ്നെയിൽസിനൊന്നും ഞാൻ അങ്ങനെ എൻ്റെ ക്യാപ്ഷനിലോ തംബ്നെയിൽസിലോ ടൈറ്റിലോ ഒന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. സോ ഞാൻ പിന്നെ അതിത്തിരി അലൈൻ ചെയ്ത് വെച്ച് റെഡി ആക്കിയതിൻ്റെ ശേഷം എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിക്കുകയാണ്. 2025 തംബ്നെയിൽ ലൈക്ക് എ പ്രോ എന്നൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ തംബ്നെയിൽ ഇവിടെ ഡൺ ആയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ തംബ്നെയിൽ ലാസ്റ്റ് വന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.